ഗവർണർ സി.വി. ആനന്ദബോസിനെതിരെ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. 8 ബില്ലുകൾക്ക് ഗവർണർ അനുമതി നൽകാത്തതിനെ തുടർന്നാണ് നീക്കം. ഹർജിയിൽ അടിയന്തരമായി ഇടപെടണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കേരളത്തിലേതിന് സമാനമായൊരു സാഹചര്യമെന്ന് പറയാം. ഇപ്പോൾ എന്താണ് സർക്കാരിന്റെ ആവശ്യം കോടതിയിൽ? അനുജ, ഈ 8 ബില്ലുകൾ പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് 8 ബില്ലുകളിൽ അനുമതി നൽകാത്തതിനെ തുടർന്നാണ് ഈ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരെ ബംഗാൾ സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ കാരണങ്ങൾ നൽകാതെയാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ബില്ലുകളിൽ അനുമതി നൽകാത്തത് എന്നതിന് വ്യക്തമായ കാരണം നൽകാതെയാണ് ഈ ബില്ലുകൾ പിടിച്ചുവെക്കുന്നത്. ഇത് ഭരണഘടനാ അനുച്ഛേദം 200-ന് വിരുദ്ധമാണെന്നുള്ളതും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനാധിപത്യ ഭരണത്തെ അട്ടിമറിക്കുവാനും ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള വിമർശനങ്ങൾ കൂടി ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഈ ഹർജിയിൽ വാദം കേൾക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചീഫ് ജസ്റ്റിസ് ഈ ഹർജിയിൽ അദ്ദേഹം അറിയിച്ചത് ഈ അഭ്യർത്ഥന പരിഗണിക്കുന്നു എന്നുള്ള ഒരു മറുപടിയാണ് ചീഫ് ജസ്റ്റിസ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഹർജിയിൽ തെലങ്കാന സർക്കാർ ഇതേ തരത്തിൽ ഗവർണറുടെ പ്രശ്നത്തിൽ സമീപിച്ചപ്പോഴുള്ള സുപ്രീം കോടതിയുടെ വിധി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. അനുജ, ബില്ലുകൾക്ക് അനുമതി നൽകാത്തതിനാണ് ഗവർണർക്കെതിരെ പശ്ചിമ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.